നമ്മുടെ റബ്ബ് നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ അനുഗ്രഹങ്ങളിൽ വെച്ച് വളരെ വലിയൊരു ഞാമത്തല്ലേ നമ്മുടെ സന്താനങ്ങളെന്ന് പറയുന്നത് അല്ലേ? എത്രയോ ആളുകളാണ് സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നത്. അപ്പോഴും പടച്ചവൻ നമുക്ക് കുട്ടികളെ തന്നില്ലേ? മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അവൻ നൽകട്ടെ. പല രക്ഷിതാക്കളുടെയും പരാതിയാണ്, അല്ലെങ്കിൽ പ്രത്യേകം ദുആ ചെയ്യണമെന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്, മക്കൾ ഒരു നേരെയാകുന്നില്ല, ഭയങ്കര വാശിയാണ്, ഭയങ്കര സങ്കടമാണ്, ചതിക്കുഴികളിൽ വീണു പോകുന്നു, പെട്ടെന്ന് ചൂടാകുന്നു, സാധനങ്ങളെടുത്ത് വലിച്ചെറിയുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ പല ആളുകളും മക്കളെക്കുറിച്ച് പറയാറുണ്ട്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കണേ? ഇങ്ങനെ സംഭവിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ചില സൈക്കോളജിക്കൽ റീസണുകളുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതിപരമായി തന്നെ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് 5 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അവരറിയാതെ അവരുടെ ഹൃദയം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങളുണ്ട്. ഇത് കൃത്യമായി നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ മക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മാതാപിതാക്കളായി മാറുകയാണ്. മക്കളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകളായി മാതാപിതാക്കൾ മാറുകയാണ്. മാതാപിതാക്കളോട് അത്രമേൽ വലിയ ദേഷ്യമുള്ളവരായി നമ്മുടെ മക്കൾ മാറിയാലുള്ള അവസ്ഥ എന്താണ്? എത്ര വലിയ ഭയാനകരമായ കാര്യമാണത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുത്തു നോക്കിയേ. നിങ്ങൾ ഇന്നു മുതൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തു നോക്കിക്കേ. നിങ്ങൾക്ക് ആ മക്കളുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയും. അവർ നിങ്ങളെ പൊന്നുപോലെ സ്നേഹിക്കുന്നത് അനുഭവിക്കാൻ കഴിയും. ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറുന്നൊന്നല്ല കേട്ടോ. ഈ പറയുന്ന 5 കാര്യങ്ങളും ഞാൻ ഇന്നത് മുഴുവൻ ചെയ്തു നോക്കി എന്നിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ഇത് ദിനേന നിങ്ങളുടെ ദിനചര്യയായി ഈ 5 കാര്യങ്ങൾ മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും മാറും ഇൻഷാ അല്ലാഹ്. അത് 100% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നു മുതൽ നമുക്കത് ഒന്ന് ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൂടെ? 5 കാര്യങ്ങൾ. ഈ ഒരു പാരൻറ്റിങ് ടിപ്പാണത്. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് സ്നേഹം തന്നെയാണ്. സ്നേഹം. ഇപ്പോൾ നമ്മളോട് ചോദിക്കണം, മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? പിന്നെ സ്നേഹിക്കണില്ല, ഇതെന്തൊട്ട് വർത്താനാണ് ഉസ്താദേ? എൻ്റെ മക്കൾക്ക് 4 നേരം തിന്നാൻ കൊടുക്കണ്ടി ഞാൻ. പറഞ്ഞതൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണോ സ്നേഹം? പലപ്പോഴും നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, മക്കൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ മക്കളോട് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, സ്നേഹം കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് പലപ്പോഴും നമുക്കറിയില്ല. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, കുട്ടികളോട് സ്നേഹം കാണിച്ചാൽ അവർ തലയിൽ കയറിയിരിക്കും. വല്ല പറവകളാറ്റാണോ മക്കൾ? അങ്ങനെ അത് ഇപ്പോൾ ഭാര്യയുടെ വിഷയത്തിലുണ്ട് കേട്ടോ. ചില ഭർത്താക്കന്മാർ പറയും അവളോട് അങ്ങനെ സ്നേഹം കാണിക്കല്ലേ കേട്ടാ. ചില ആൾക്കാർ ഉപദേശമാണ് കല്യാണം കഴിയുമ്പോൾ ഭർത്താക്കന്മാരോട്, പയ്യന്മാരോട് ഉപദേശിച്ചു കൊടുക്കണ്ട, എടാ ഒരുപാട് സ്നേഹമൊന്നും കാണിക്കരുത് കേട്ടാ, തലയിൽ കയറിയിരിക്കും. അവർക്ക് വേറെ ഇരിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ തലയിൽ കയറിയിരിക്കണത്? അപ്പോൾ നമ്മുടെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ വാപ്പാക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്നോട്, പക്ഷെ പുറത്ത് കാണിക്കൂല. എന്തിനാണോ സ്നേഹം? എന്തിനാണ് സ്നേഹം? ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ബുക്സ് ഉണ്ട്, അടിപൊളി ബുക്കൊക്കെയാണ്. എൻസൈക്ലോപീഡിയ മുതൽ എല്ലാ സാധനവും ഇങ്ങനെ എൻ്റെ ഷെൽഫിൽ മനോഹരമായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഞാനത് തുറന്നു നോക്കൂല. ആ ബുക്ക് ആരും വായിക്കണില്ല, അതങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ അടിപൊളി ബുക്കാണ് എൻ്റെ വീട്ടിലുള്ളത്. എന്ത് കാര്യമുണ്ടതുകൊണ്ട്? പല കാര്യമുണ്ടോ? ഇതുപോലെ എൻ്റെ ബാപ്പാക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ പുറത്ത് കാണിക്കൂല, പാവം. എന്തിനാണ് ആ സ്നേഹം? അതുകൊണ്ട് ഒരു കാര്യമില്ല. മക്കൾക്ക് ഫീൽ ചെയ്യണം, എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ടച്ച് ചെയ്യുക, ചേർത്ത് പിടിക്കുക, ചുംബനം കൊടുക്കുക. സ്കൂളിൽ പോകുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുക, തിരിച്ചു വരുമ്പോൾ അങ്ങനെ തന്നെ. അതുപോലെ കിടക്കാൻ നേരത്ത് അവർക്കൊരു ചുംബനം കൊടുക്കുക, ഐ ലവ് യു പറയുക. ഒരു ദിവസം പോലും നമ്മുടെ കുട്ടികളോട് ഉറങ്ങുന്നതിന് മുമ്പ് ഐ ലവ് യു എന്ന് പറയാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു ലവ് യു പറയാം. അതായത് എൻ്റെ വാപ്പിയും എൻ്റെ ഉമ്മയും എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് ഉണ്ടാകണം. അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത്തരം തോന്നൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കൂടെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കുക, തലോടുക, എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം കുഞ്ഞിനുണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുക. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിലല്ല കാര്യം. അങ്ങനെ എല്ലാ മേഖലയിലും എൻ്റെ പാരൻസ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം കുഞ്ഞിനുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരിക്കണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. കുഞ്ഞിന് സ്നേഹം ഫീൽ ചെയ്യിക്കുക. രണ്ടാമത്തേത് പോസിറ്റീവ് സ്ട്രോക്കുകൾ കൊടുക്കുക. പോസിറ്റീവ് സ്ട്രോക്കുകൾ. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും നമ്മുടെ മക്കളിൽ അല്ലേ? നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ അതൊന്നും കുട്ടികളിൽ കാണാത്തത് കൊണ്ട് നമ്മൾ അവരോട് ഷൗട്ട് ചെയ്യും, ബഹളം ഉണ്ടാക്കും, മറ്റു പല കുട്ടികളെ കൊണ്ട് കമ്പയർ ചെയ്യും, അതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കളിയാക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ജീവിതം തകർന്നുപോയി എത്ര കുട്ടികളുണ്ടെന്നറിയോ? എന്നാൽ യഥാർത്ഥത്തിൽ
നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറേ കഴിവുകളുണ്ടാവും. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തിയിട്ട് അതിനെ പരിപോഷിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തേക്ക് ആ കുഞ്ഞ് വളരും. ചില കുട്ടികൾക്ക് പെയിൻറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലർക്ക് എഴുതാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലർക്ക് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലർക്ക് പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കുക, അതിനെയൊക്കെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക. ആ കുഞ്ഞിൻ്റെ ഒരു കഴിവിനനുസരിച്ച് അവൻ എക്സാം എഴുതിയിട്ട് അവന് കിട്ടിയ മാർക്കും കൊണ്ട് വന്നിട്ടുണ്ട്, അപ്പോഴത്തേക്കും അപ്പുറത്തെ കുട്ടീനെ നോക്കടാ, അവനെ നോക്കടാ എന്ന് പറയുന്നതിന് പകരം ആ ഉള്ള മാർക്കിൽ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുക, എപ്പോഴും ചേർത്ത് പിടിക്കുക, മറ്റുള്ളവരോട് അവനെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. ചില രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു പതിവുണ്ട്. ഒരാളുകളുടെ മുമ്പിൽ കാണുമ്പോൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് കുട്ടികളങ്ങ് വല്ലാതെ ഒരു ഹറാസ് ചെയ്യുക, ഇകഴ്ത്തുക. അതൊരു ക്രൂവൽ മൈൻഡഡായ പാരൻസാണ്, ഒരു ക്രൂരന്മാരായ മാതാപിതാക്കളാണ്. അപ്പോൾ കുട്ടികൾക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്താലുള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പ്രോത്സാഹനത്തിലൂടെ അവർ ഉയരും, അവർ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തും. എൻ്റെ ബാപ്പായും ഉമ്മായും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ആ കുഞ്ഞിനുണ്ടാകും. എന്നാൽ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് സ്ട്രോക്കാണ്. നെഗറ്റീവ് സ്ട്രോക്കാണ്. നമ്മൾ ഉദ്ദേശിക്കണമെന്നും കുഞ്ഞിലുണ്ടായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടിക്കും, ബഹളം ഉണ്ടാക്കും, ചീത്ത വിളിക്കും. ചില ആളുകളൊക്കെ വളരെ മോശമായ വാക്കുകളുണ്ട് കുഞ്ഞുങ്ങളെ അഭിസംബോധന ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ മോശം ലാംഗ്വേജുകൾ കുഞ്ഞിനോട് പറയും. മറ്റുള്ളവരുമായിട്ടുള്ള കമ്പയറിങ് അതൊരു നിരന്തര പ്രോസസ്സാണ് പല കുടുംബങ്ങളിലും, അല്ലേ? അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? ഈ കുഞ്ഞിന് ആങ്സൈറ്റി ലെവൽ കൂടും. ഈ കുഞ്ഞ് ലോകത്തെ ഏറ്റവും വെറുക്കുന്ന ആളുകൾ മാതാപിതാക്കളായി മാറും. മനസ്സിലാണ്ട? നമ്മൾ മാതാപിതാക്കളായിത്തീരും കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മനുഷ്യന്മാർ. എത്ര വലിയ വാശിക്കാരായവർ മാറുമെന്നറിയോ? വളരെ വലിയ വാശിക്കാരായിട്ട് അവർ മാറും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞൊരു ചരിത്രം ഉണ്ടല്ലോ. ഒരു കുട്ടി, അവൻ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. പക്ഷേ അവനിങ്ങനെ ചുമരിലൊക്കെ വരച്ചിടുമ്പോൾ, ചെറിയ കുട്ടിയല്ലേ, അവൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യമാണ് അവനോട്. അച്ഛൻ ഭയങ്കര ചൂടനാണ്, അവൻ എപ്പോഴും ചീത്ത പറയും, അവനെ ഉപദ്രവിക്കും. അവൻ്റെ ഈ ഇരുട്ട് പേടിയുണ്ട് ആ കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഇരുട്ട് പേടിയായതുകൊണ്ട് ആ പേടി മാറ്റാൻ അച്ഛൻ കാണിച്ചൊരു കുതന്ത്രമാണ് രാത്രി സമയത്ത് വീടിൻ്റെ പുറത്താക്കിയിട്ട് വാതിലങ്ങ് അടച്ചു കളഞ്ഞു. അവനിങ്ങനെ അലറിക്കരയുന്നുണ്ട്, അച്ഛാ വാതിൽ തുറക്കണം, വാതിൽ തുറക്കണം. അവനിങ്ങനെ അലറിക്കരയാണ്. പക്ഷേ അച്ഛൻ തുറന്നില്ല. ഈ ഒരു കരച്ചിലുണ്ടല്ലോ കുട്ടിക്ക് ദേഷ്യമായി മാറി. ആ ദേഷ്യം അച്ഛനോടുള്ള വെറുപ്പായി മാറി. ഇത് ദിനേന ഇങ്ങനെ തുടരുമ്പോൾ അച്ഛനോട് വെറുപ്പ് കൂടാൻ. അച്ഛനൊരു ജൂതനായിരുന്നു. ആ ജൂതനായ അച്ഛനോടുള്ള ദേഷ്യം ജൂത സമൂഹത്തോട് മുഴുവനായി തീർന്നു. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയ അഡോൾഫ് ഹിറ്റ്ലറായിട്ട് ആ കുട്ടി മാറി. അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥ ഉണ്ടല്ലോ, മീം കാംഫിൽ, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. വരക്കാൻ ഇഷ്ടപ്പെട്ട് നല്ലൊരു ഒരു ആർട്ടിസ്റ്റ് ആകേണ്ടിയിരുന്ന കുട്ടിയെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാക്കിയത് അച്ഛൻ്റെ സ്വഭാവമാണ്. എത്ര വലിയ അപകടമാണ് അതല്ലേ? എത്ര വലിയ അപകടമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള കഴിവുകൾ, ഉള്ള കഴിവ് നമ്മൾ പരിപോഷിപ്പിക്കുക. ഇല്ലാത്തൊന്നിനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെപ്പോലെ ആകടാ, ഇവനെപ്പോലെ ആകടാ എന്ന് പറയുന്നതിന് പകരം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുന്ന പാരൻസ് ആവുക. ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു ജർമ്മനിയിൽ. അവന് ഒരിക്കൽ അവൻ്റെ അമ്മ പുറത്തേക്ക് പോകുമ്പോഴേ അവനോട് പറഞ്ഞു, മോനെ നമ്മുടെ സാലിമോൾ, അവൻ്റെ കുഞ്ഞു പെങ്ങളുണ്ട്, ഒന്ന് നോക്കിയേക്കണം കേട്ടോ, അമ്മ ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. അങ്ങനെ അമ്മ മാർക്കറ്റിലേക്ക് പോവാണ്. പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളായിട്ടുള്ളൂ വീടൊന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ട്. അച്ഛനില്ലാത്ത കുട്ടികളെ അവൾ കഷ്ടപ്പെട്ടിട്ടാണ് നോക്കണേ. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്തെടുത്തൊക്കെ ഇവൻ അവിടെ ഇരുന്ന് വെച്ച പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് എന്തൊക്കെയോ വരച്ചിട്ടിരിക്കണം. അമ്മക്ക് ദേഷ്യം വന്നിങ്ങനെ അടിക്കാൻ വേണ്ടി ഓടുമ്പോഴാണ് അവിടെ വരച്ചിട്ടിരിക്കുന്നത് ഒരു കുട്ടിയുടെ രൂപം പോലെ. അതങ്ങനെയൊന്നും അല്ല, ഒരു രൂപമൊന്നുമല്ല. അപ്പം അമ്മ വെറുതെ അങ്ങ് ചോദിച്ചു, അല്ലടാ ഇത് നമ്മുടെ സാലിമോളുടെ പിക്കല്ലേ, ഇത് നമ്മുടെ സാലിമോളല്ലേ നീ വരച്ചേക്കണത്? അത്രേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇത് ദേഷ്യം വന്ന അമ്മ ദേഷ്യം കടിച്ചമർത്തിയിട്ട് ആ കുഞ്ഞ് ചെയ്തതിനെ പ്രോത്സാഹിപ്പിച്ചു. അതായത് അവൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഇത് ഉറങ്ങിക്കിടപ്പുണ്ട്, അത് അവൻ തന്നെ മനസ്സിലാകണില്ല. പക്ഷെ അമ്മയുടെ ആ ഒരു പ്രോത്സാഹനം കൊണ്ട് ആ കുട്ടി ആരായെന്നറിയോ? വരയ്ക്കാൻ ഇഷ്ടമില്ലാതിരുന്ന, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ കഴിവിനെ മനസ്സിലാക്കാതിരുന്ന ആ കുട്ടി ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രകാരനായ ബെഞ്ചമിൻ വെസ്റ്റായിട്ട് മാറി. ഇതിൻ്റെ കാരണം ആരാ? അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കിയെന്നാണ്. എൻ്റെ അമ്മയുടെ ചുംബനം എന്നെ ചിത്രകാരനാക്കി. കണ്ടോ? അപ്പോൾ മാതാപിതാക്കളുടെ ചില പെരുമാറ്റങ്ങൾ, പോസിറ്റീവ് സ്ട്രോക്കുകൾ നമ്മുടെ കുട്ടികളെ, അവരുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. പോസിറ്റീവ് സ്ട്രോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്ലാസ്സുകളിൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരാണ്?
പല ആളുകളുടെയും പേരെഴുതും. ഇന്നത്തെ കാലത്ത് എൻ്റെ വാപ്പാനെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെ എന്ന് എഴുതുന്ന കുട്ടികൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ നമ്മൾ എഴുതുമായിരുന്നു. ഇന്ന് അങ്ങനെ എഴുതുന്ന കുട്ടികൾ വളരെ കുറഞ്ഞുപോയി. പുറത്തുള്ള ഏതൊക്കെയോ ആർട്ടിസ്റ്റുകളുടെ മറ്റു പല പേരുള്ള കുട്ടികൾ എഴുതണേ. ഇനി കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് നോക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുകൾ ആരാണെന്ന് കുട്ടികളോട് ചോദിച്ചാൽ ഒരു പക്ഷേ അവരെഴുതുക എൻ്റെ വാപ്പാനെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെ എന്നായിരിക്കും. അത്ര വലിയൊരു അപകടത്തിലേക്കാണ് ഈ ഒരു നെഗറ്റീവ് സ്ട്രോക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. അപ്പോൾ എപ്പോഴും കുട്ടികളിൽ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തില്ല എങ്കിൽ നെഗറ്റീവ് സ്ട്രോക്കിലൂടെ ഡിപ്രഷൻ, അതുപോലെ തന്നെ അവർക്കൊരു പേടി, അങ്ങനെ എല്ലാത്തിലേക്കും അവർ പെട്ടുപോയവരുടെ ജീവിതം തന്നെ താളം തെറ്റിപ്പോകുന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ നമ്മുടെ മുമ്പിൽ റോൾ മോഡൽസ് അല്ലേ. വേണ്ട, കുട്ടികളിലേക്ക് നോക്കണ്ട. നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെ ആയതുകൊണ്ട് എവിടെയും എത്തിപ്പെടാതെ ഡിപ്രഷൻ സ്റ്റേജിൽ, അതുപോലെ എല്ലാത്തിനെയും പേടിച്ച് ആകെ വിറച്ച് ജീവിക്കുന്ന ആളുകൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നില്ലേ? എൻ്റെ ഈ ശബ്ദം കേൾക്കണില്ലേ? നെഗറ്റീവ് സ്ട്രോക്ക് മാത്രം തന്നിരുന്ന ബാപ്പാടെ മക്കളായ ആളുകൾ കേൾക്കണില്ലേ? ഇത് നമ്മളങ്ങനെ ആകാൻ പാടുണ്ടോ? നമ്മളങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ, അവർ ഉന്നതങ്ങളെ എത്തിപ്പിടിക്കട്ടെ. ഇനി മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് നമ്മളിൽ നിന്ന് കുട്ടി ആഗ്രഹിക്കുന്നത് എൻജോയ്മെൻറ്റാണ്. നമ്മൾ പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണം. അതോടൊപ്പം കുട്ടിയുടെ മാനസിക വളർച്ച, ശാരീരിക വളർച്ച, അതുപോലെ സോഷ്യലായ വളർച്ച, ഇതൊക്കെ വേണം. അതിന് കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് കൊടുക്കുക, അവർ കളിക്കാൻ വിടുക. അതായത് വെള്ളത്തിലും മഴയിലും മണ്ണിലൊക്കെ അവർ കളിക്കട്ടെ. അതിനർത്ഥം 24 മണിക്കൂറും മഴയിലിറക്കി നിർത്തണമെന്നൊന്നുമല്ല. അവർ മണ്ണിലൊക്കെ ഇടപഴകി കളിക്കട്ടെ, മറ്റുള്ള കൂട്ടുകാരോടൊപ്പം അയൽവാസികളോടൊപ്പം അവർ കളിക്കട്ടെ. വീടിനകത്തിങ്ങനെ അടച്ചുപൂട്ടിയിടുന്ന ബ്രോയിലർ കോഴികളായിട്ട് നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. അതുപോലെ തന്നെ അവരോടൊപ്പം നമ്മളും കളിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും നല്ല കൂട്ടുകാരാരാന്നറിയോ? അവർക്ക് കളിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടുകാർ അവർ പറയില്ല. അവരുടെ മനസ്സിലുണ്ട്, എൻ്റെ വാപ്പിയമ്മി എന്നോട് കളിച്ചിരുന്നെങ്കിൽ. ചിലപ്പോഴൊക്കെ ചോദിക്കും നമ്മുടെ മക്കൾ, വാപ്പി എന്താ എൻ്റെ കൂടെ കളിക്കാത്തേ, ഉമ്മി എന്താ എൻ്റെ കൂടെ കളിക്കാത്തേ? എപ്പോഴും കുഞ്ഞാവേനെയാണല്ലോ എടുത്തേക്കണേ. പ്രത്യേകിച്ച് ഒരു ഇളയ ആൾ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വല്ലാതെ ഇതിങ്ങനെ ഒരു പ്രയാസം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ കൂടെ എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് നേരം മക്കളുടെ കൂടെ കളിക്കാൻ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ രാജാവായിരുന്നു അല്ലേ. എത്ര ആളുകളുടെ പരാതി കേൾക്കണം, പ്രയാസങ്ങൾ പരിഹരിക്കണം, ബുദ്ധിമുട്ടുകൾ നീക്കണം, രാജ്യത്തെ ഭരണം കൃത്യമായിട്ട് കൊണ്ടുപോകണം, എല്ലാം പക്കയായിട്ട് നോക്കുന്നതിനോടൊപ്പം കുഞ്ഞു മക്കൾ അവിടുത്തെ പേരക്കുട്ടികളോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആന കളിക്കും മദീന പള്ളിയിൽ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മുത്തുനബി തങ്ങളുടെ മുകളിൽ കയറും. മുത്തുനബി തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ഈ കുട്ടികൾ വന്ന് കഴുത്തിലിരിക്കും. നമ്മളാണെങ്കിലോ ഒരറ്റെറിയാൻ നിസ്കരിക്കുമ്പോഴാണോടാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് മാറുന്നത് വരെ ആ സുജൂദിൽ അങ്ങനെ കിടക്കും. നമ്മൾ നമ്മുടെ മക്കളുടെ കൂടെ ഒന്ന് കളിച്ചു നോക്കിയേ, മക്കൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല നമ്മുടെ ടെൻഷൻ ഇല്ലാതാവുന്നേ. നമുക്ക് തന്ന വരദാനല്ലേ നമ്മുടെ മക്കൾ, പടച്ചോന്ന് അനുഗ്രഹമല്ലേ നമ്മുടെ മക്കൾ. അവരായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നേ, ലൈഫ് അടിപൊളിയായിത്തീരും. ഇനി നാലാമത്തേത് അവർ ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടേക്കണം എന്നർത്ഥത്തിലല്ല. അതായത് അവരൊരു വ്യക്തിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വ്യക്തിത്വമുള്ളവരാണ് അല്ലേ. ആ വ്യക്തിത്വത്തെ നമ്മൾ പരിഗണിക്കണം എന്നാണ്. അതായത് എല്ലാം ഒരു കൽപ്പനാ സ്വഭാവമുള്ള, ഒരു കമാൻഡിങ് സ്വഭാവമുള്ള ബാപ്പായും ഉമ്മായും നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ അവർ തുറന്നു പറയാൻ മടിക്കും. ഫ്രണ്ട്ലി അല്ലാത്ത മാതാപിതാക്കളോട് ഒന്നും തുറന്നു പറയില്ല. അവരേതെങ്കിലും ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രണയക്കുടുക്കിൽ വീണിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അപകടത്തിൽ പെട്ടാൽ പോലും ബാപ്പാനോട് തുറന്നു പറയാൻ അവർ മടിക്കും. അങ്ങനെ മടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുപാട് കളവ് പറയുന്ന കുട്ടികളാകും, കള്ളന്മാരും കള്ളികളുമാകുന്ന കുട്ടികളാകും. ജീവിതത്തിൽ അവർ തോറ്റു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നല്ല ഫ്രണ്ട്ലി ആയ പാരൻസാണ് നമ്മളെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളോടെല്ലാം തുറന്നു പറയും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ ആദ്യം വിളിക്കുന്നത് വാപ്പീനായിരിക്കും. എല്ലാ ഫ്രണ്ട്സിനപ്പുറത്ത് വാപ്പാനും ഉമ്മാനും അവർ പരിഗണിക്കും. ഫ്രണ്ട്സിനോടൊന്നുമല്ല ആദ്യം പറയും. എൻ്റെ വാപ്പി, എൻ്റെ ഉമ്മ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് എൻ്റെ വാപ്പി ഉമ്മയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവരോടെല്ലാം ഓപ്പണായിട്ട് പറയും. ഈ ഒരു മൈൻഡിലേക്ക് കൂട്ടിയെത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ ആ കുട്ടീനോടൊരു അഫെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രപ്പോസൽ നടത്തിയാൽ ആദ്യം വിളിക്കണത്, വാപ്പി എനിക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട്, വാപ്പി ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ആ കുഞ്ഞ് വിളിച്ച് പറയും. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ആ പ്രപ്പോസൽ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, വിറക്കാൻ തുടങ്ങും. കാരണം എന്താ, വാപ്പി അറിഞ്ഞ് എന്ത് പറ്റും, വാപ്പിനോട് ഞാൻ എങ്ങനെ പറയും, ഞാൻ പറയൂല. പറയാതിരുന്നത് വലിയ അപകടങ്ങളിലേക്ക് എത്തും. ഈ ആസിഡ് ആക്രമണത്തിലൊക്കെ പല കുട്ടികളും മരണപ്പെട്ട സംഭവം അറിയില്ലേ. എന്താണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അവനുമായൊരു പ്രണയബന്ധത്തിന് ഇഷ്ടമല്ല. പക്ഷേ അവൻ പ്രണയം തുറന്നു പറഞ്ഞത് തൻ്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റുമോ? എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ആരോടും പറയാതെ ആ കൊച്ചു മിണ്ടാതെ ഇങ്ങനെ നടന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് അവനോട് മാത്രം പറഞ്ഞു.
വേറൊരാളും അത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണ്, കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാലോചിച്ച് എന്നാൽ ആ കുട്ടിക്ക് മാതാപിതാക്കളിലൊരു ഫ്രീഡം ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം വിളിക്കണത് വാപ്പീനും അമ്മേനായിരിക്കും. പിന്നെ അവനത് ചെയ്യാൻ ധൈര്യം ഉണ്ടാവുമോ? അവനോട് പോയി പാരൻസ് കാര്യം പറയൂലേ, അവൻ്റെ പാരൻസിന് ഇവർ വിളിക്കൂലേ? അപ്പോൾ എപ്പോഴും നമ്മുടെ മക്കളോട് ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട്ലി ആവുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, വല്ലാത്ത ഫ്രണ്ട്ലി ആയിരുന്നു മുത്തുനബി തങ്ങൾ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എപ്പോൾ കടന്നു വന്നാലും മുത്തുനബി തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ഫാത്തിമയുടെ നെറുകയിൽ ഇങ്ങനെ ചുംബിക്കും. ഫാത്തിമ ബീവിയുടെയും അലിയാരുടെയും റളിയല്ലാഹു അൻഹും ആ കല്യാണം കഴിഞ്ഞപ്പോഴും മുത്തുനബിക്ക് അവിടെ വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ പിടങ്ങി കിടക്കാട്ടോ കട്ടിലിൽ. അപ്പോൾ രണ്ടുപേരുടെയും ഇടയിൽ പോയിട്ട് മുത്തുനബി തങ്ങൾ ഇരിക്കണം. ചിന്തിച്ച് നോക്കിയേ, അതായത് ഭർത്താവും ഭാര്യയും പിണങ്ങി കിടക്കുമ്പോൾ ഒരു അമ്മായിയപ്പൻ അതിൻ്റെ ഇടയിൽ വന്ന് ഇരിക്കുന്നൊരവസ്ഥ. ആ പിണക്കം മാറ്റാൻ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കും. അങ്ങനെ ഒരു ഫ്രീഡം നമ്മൾ വാപ്പാക്കുമ്മാക്കും കൊടുക്കാനുണ്ടോ? അങ്ങനെ ഒരു ഫ്രീഡം എന്തുകൊണ്ട് അവർക്ക് ലഭിച്ചു? മുത്തുനബി തങ്ങൾക്ക് എന്തുകൊണ്ട് ലഭിച്ചു? അങ്ങനെയുള്ളൊരു ഒരു പാരൻറ്റിങ്ങാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ളത്. എല്ലാത്തിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ വന്നിരുന്ന് ആ പിണക്കം പരിഹരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു മക്കളോട്. അങ്ങനെ ആകണം നമ്മൾ. അതിനർത്ഥം ഒരുപാട് വലിയ കുട്ടികൾക്ക് എല്ലാ തോന്നിവാസങ്ങൾക്ക് അംഗീകാരം കൊടുക്കാമെന്നല്ല. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. 17ാമത്തെ വയസ്സിൽ ബൈക്ക് വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ ചോദിക്കണതെല്ലാം മൊബൈൽ പറയുമ്പോൾ മൊബൈൽ വാങ്ങിക്കൊടുക്കുക, അതല്ലല്ല. ചില ഘട്ടങ്ങളിൽ നോ പറയാന്നുള്ളത് ഈ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമാണ്. തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഉണർത്തുന്ന രീതിയുണ്ട്, ഒരു കമാൻഡിങ് മോഡിലല്ല അതിനൊക്കെ കൃത്യമായ രീതികളുണ്ട്. അത് നമുക്ക് മറ്റൊരിക്കലും പഠിക്കാം. അപ്പോൾ 4ാമത്തേത് അതാണ്. 5ാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റോൾ മോഡലിംഗ് ആണ്. മാതൃകയാകുന്ന മാതാപിതാക്കളാകുക. അതായത് നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം, അല്ലേ? നമ്മൾ നന്നാകണം. പുകവലിക്കുന്ന വാപ്പാടെ കുട്ടി എന്തായാലും പുകവലിക്കാൻ സാധ്യതയേറെയാണ്. കള്ളു കുടിക്കുന്ന വാപ്പാടെ മോൻ കള്ളു കുടിക്കും. അതുപോലെ തന്നെ നിസ്കരിക്കാത്ത വാപ്പാടെ മോൻ നിസ്കരിക്കൂല. അതിനൊക്കെ ഭയങ്കര പാടാണ്. അതൊക്കെ വളരെ 99% അങ്ങനെ തന്നെ. അല്ലാത്ത ഇപ്പോൾ 1% ഒക്കെ ഉണ്ടായേക്കാം. മനസ്സിലാകും. നമ്മൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും, നമ്മൾ ശണ്ട കൂടിയാലും പൊടാ പള്ളിയിൽ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. ഖുർആൻ ഓതാത്ത ഉമ്മയുടെ മക്കളാണെങ്കിൽ ഖുർആൻ ഓതൂല്ല. അവർ തലമറക്കുന്നില്ല. വെറും ഷാളിട്ട് കിടക്കുന്ന ഉമ്മയുടെ മക്കളാണെങ്കിൽ അവർ തലമറക്കില്ല, അവർ ഹിജാബ് ധരിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലായിടങ്ങളിലും മാതാപിതാക്കൾ റോൾ മോഡലായാലും നമ്മുടെ മക്കൾ ചീത്തയാവില്ല. നമ്മൾ വെറുതെ തല്ലിയതുകൊണ്ടോ ബഹളം ഉണ്ടാക്കിയതുകൊണ്ടോ മാത്രം കാര്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെന്താണോ അതാണ് നമ്മുടെ മക്കളാവുക. അവർക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ നമ്മൾ മാതൃകായോഗ്യരായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അടിപൊളിയാവും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് പ്രകൃതിയാ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ ചെയ്യാറായാൽ അടിപൊളിയാകും. ലൈഫ് വളരെ സന്തോഷം നിറഞ്ഞതാകും. നമ്മുടെ പൊന്നു മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിലോ ഭയങ്കര വാശി, എല്ലാം വലിച്ചെറിയുക, വാപ്പാനയുമാരോടും ബഹുമാനമില്ല, അവരെ സ്നേഹിക്കുന്നില്ല, അവരോട് കയർക്കുക, അവരെ തല്ലുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മുടെ മക്കൾ എത്തിപ്പോവും. ഏതായാലും ഈ 5 കാര്യങ്ങൾ ഇന്ന് മുതൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമല്ലോ. ഒരു ദിവസമല്ല, ജീവിതകാലം മുഴുവൻ ഇത് അപ്ലൈ ചെയ്ത് നോക്കിയേ പതിയെ മാറുള്ളൂ. കാരണം ഇത്രയും നാൾ നമ്മൾ അവർക്ക് കൊടുത്തത് നെഗറ്റീവ് സ്റ്റോക്കുകളാണ്. ഇന്ന് മുതൽ പോസിറ്റീവ് ആകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മാറില്ല, പതിയെ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം. മാറും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.